കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു പുതിയ വാതിൽ തുറന്നത്. എ പി അബൂബക്കർ മുസ്ലിയാർ ഇത് ആദ്യമായല്ല ഇത്തരമൊരു വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ സിദ്ദിഖാപ്പന്റെ പ്രശ്നം വന്നപ്പോൾ മുഴുവൻ സംഘടനകൾ, ഇപ്പോൾ മുസ്ലിം ലീഗ് പോലും ആ ഘട്ടത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ അറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അത് കോൺഗ്രസ് നേതാവ് കെ പി നൌഷാദ് അലിയാണ് ആദ്യമായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ ആ സമയത്തും ഈ സുന്നി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സുന്നി സമുദായ സംഘടനകളിലെ നേതാക്കന്മാരാണ് അതിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. ആരാണെന്നൊക്കെയുള്ളത് നൌഷാദ് അലിയോട് ആളുകൾ വേണമെങ്കിൽ ചോദിച്ചറിയട്ടെ. പക്ഷേ അത്തരം ഇടപെടലുകൾ മുമ്പും ഈ മട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തെ കൃത്യമായി രേഖപ്പെടുത്തി പോയിട്ടില്ല. ഈ 94 വയസ്സാവുമ്പോഴേക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വേണ്ട രീതിയിൽ കേരളീയ പൊതുമണ്ഡലം രേഖപ്പെടുത്തിയിട്ടില്ല, അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിന് പൊതുവേ ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ കേരളത്തിൽ മുസ്ലിം എന്നതിനെ ഒറ്റ അച്ചിലാണ് മൊത്തത്തിൽ കാണുക. ഈ സംഭവം നടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, സോഷ്യൽ മീഡിയയിലെല്ലാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ചീത്ത വിളിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഒരു സംഘമുണ്ട്. അതായത് മുസ്ലിം പേരുകാരായ ആളുകൾ തന്നെയുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരുമിച്ചാണ്, ഒറ്റയടിക്കാണ് ഈ ആളുകൾ നോക്കി കാണുക എന്നുള്ള പ്രശ്നം കേരളീയ സമൂഹത്തിനുണ്ട്. നമ്മളിപ്പോൾ വളരെ ഉദാരമായി തുടക്കത്തിൽ വെച്ചതുപോലെ ഗംഭീരമായ മാതൃക കേരളം കാട്ടിക്കൊടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കൂടി കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ഇതിനകത്ത് ഇനിയിപ്പോ അങ്ങോട്ട് നമ്മളിപ്പോ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഈ ചർച്ച RDX അവസാനിപ്പിക്കുമ്പോൾ നാളെ മുതൽ അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. അതായത് ആരൊക്കെ ഇടപെട്ടു, ഇദ്ദേഹമല്ല ഇടപെട്ടു എന്നുള്ള ഒരു വലിയ ചർച്ചകളും വിദ്വേഷ പ്രചാരണമൊക്കെ ഞാനിപ്പോ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനകത്ത് എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അതായത് സർക്കാർ സംവിധാനങ്ങൾ ആയതുകൊണ്ടാണ് ഇടപെടുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 94 വയസ്സിന്റെ വാർദ്ധക്യ സായാഹ്നത്തിൽ അദ്ദേഹം വിശ്രമിച്ചിട്ട് അവിടെ ഇരുന്നാൽ ഞാനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കില്ലായിരുന്നു, ഒരാളും ചോദിക്കില്ലായിരുന്നു. അപ്പോൾ അധികാര പദവി നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് അല്ലാതെ ഇടപെട്ടു എന്നതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഈ കാര്യത്തിൽ സവിശേഷമാർന്ന സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ മാത്രം കാര്യമാണ് കേട്ടോ. അദ്ദേഹം ഏതാണ്ട് നിലയ്ക്ക് ഈ 94 വയസ്സിൽ ഞാനിത് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് പറയുകയോ ഇന്നങ്ങനെ ആലോചിച്ച് കിടന്നിറങ്ങുകയോ ചെയ്യുന്ന ആളായിരിക്കില്ല കാന്തപുരം. അത് മാത്രമല്ല, പല തരത്തിലാണ് കേരളത്തിലിപ്പോൾ സനീഷ് സോഷ്യൽ മീഡിയയിലെ കാര്യം പറഞ്ഞു. മാധ്യമങ്ങൾ വൈരനിര്യാതന ബുദ്ധിയോടെ തുടർച്ചയായി കാന്തപുരത്തെ പിന്തുടരുന്ന മാധ്യമങ്ങൾ കേരളത്തിലില്ലേ? ടെലിവിഷൻ ചാനലുകൾ തന്നെയുണ്ട്, പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ തന്നെയുണ്ട്. ഇന്നിപ്പോ ഞാൻ ഈ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കത്ത്, ഈ അവിടുത്തെ കോടതി വിധിയുടെ രേഖ പുറത്തു വന്ന ആദ്യം ഞാൻ അവിടെ കാണുന്നത് ആ റിപ്പോർട്ടിൽ കാണുന്നത് ഇത് വ്യാജമായ കത്താണോ എന്ന് കേന്ദ്ര സർക്കാരിന് സംശയം എന്നുള്ള റിപ്പോർട്ടാണ് വളരെ പ്രാമുഖ്യത്തോടെ കൊടുക്കുന്നത്. പരമാവധി ഇതിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ഒഴിവാക്കി